സോ ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നേരത്തെ വീഡിയോ പോലെ നമ്മൾ ഒരു ബേസിക് മാത്സിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബേസിക് മാത്സിന്റെ പാർട്ട് 3 വീഡിയോ ആണ്. അപ്പം കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ ബേസിക് മാത്സിന്റെ ഭാഗമായിട്ട് നമ്മൾ സർക്കിൾസിനെ പറ്റിയാണ് പഠിച്ചത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ റേഡിയസ് അതുപോലെ ഡയമീറ്ററിനെ കുറിച്ച് പഠിച്ചു. പിന്നെ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ വന്നപ്പോഴത്തേക്കും ഏരിയാസിനും പെരിമീറ്ററിനെ പറ്റി അതുപോലെ പൈ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ സർക്കിൾസിനെ കുറിച്ചല്ല, വേറൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ, എന്നാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടെ അടിക്കുക. എന്നാൽ ഇതുപോലത്തെയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം ആ സമയം കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു നമ്പേഴ്സിന്റെ പ്രത്യേകതകളാണ്. ഈ ഒരു നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. 1, 4, 9, 16, 25, 36, 49, 100 ഇതുപോലത്തെ നമ്പേഴ്സ് എല്ലാം ഉണ്ട്. ഈ നമ്പേഴ്സിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കുറെ പേർക്ക് അറിയായിരിക്കും എന്താണ് ഇതിന്റെ പ്രത്യേകത. അത് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ നമ്പേഴ്സ് ഒക്കെ അറിയപ്പെടുന്നത് സ്ക്വയർ നമ്പേഴ്സ് എന്നാണ്. സ്ക്വയർ നമ്പേഴ്സ് അല്ലെങ്കിൽ വർഗ്ഗസംഖ്യകൾ എന്നാണ് ഈ നമ്പേഴ്സ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം എന്താണ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് അതറിയാത്തവർക്ക് ഡൗട്ട് കാണും, പറഞ്ഞുതരാം. അപ്പം സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 4, 9, 16, 25, 36, 49, അതുപോലെ തന്നെ ബാക്കി അങ്ങോട്ട് പോകുമ്പോഴത്തേന് 64, 81, 100, 121, 144, 169, 196, 225 അങ്ങനെ അങ്ങനെ പോകും. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് 15 സ്ക്വയർ 15 സ്ക്വയർ വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് ആണ്. ഇനി അങ്ങ് പോകുന്നുണ്ട്. അപ്പം അത്രയും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നിങ്ങൾ ഈ തന്നിരിക്കുന്ന 20 സ്ക്വയർസ് ആണ്, 20 സ്ക്വയർ ആണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇതിപ്പോ അതിലേക്ക് പോകാം. അതിനു മുമ്പ് എന്താണ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് ഞാൻ പറഞ്ഞുതരാം. സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ ഹോൾ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സെൽഫ്. അതായത് ഒരു സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത് ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ആ സംഖ്യയുടെ സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർഗ്ഗസംഖ്യ. മലയാളത്തിൽ പറഞ്ഞാൽ വർഗ്ഗസംഖ്യ. ഉദാഹരണമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഉദാഹരണത്തിന് നമ്മളിപ്പം 1 സ്ക്വയർ, ഓക്കെ, 1 സ്ക്വയർ എന്ന് പറഞ്ഞാല് നമ്മൾ 1 സ്ക്വയർ നമ്മൾ പറയുന്നതിനർത്ഥം 1 ഇൻറ്റു 1 എന്നാണ്. 1 ഇൻറ്റു 1 എന്നാണ് നമ്മൾ 1 സ്ക്വയർ എന്ന് പറയുന്നത്. ഉത്തരം എല്ലാവർക്കും അറിയാം. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അതുപോലെ നമ്മൾ 2 സ്ക്വയർ എടുത്തു. 2 സ്ക്വയർ എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ആണ്. 2 ഇൻറ്റു 2 ആണ് നമ്മുടെ 2 സ്ക്വയർ. 2 ഇൻറ്റു 2 4 ആണ്. അങ്ങനെയാണ് നമുക്ക് 2 സ്ക്വയർ 4. അപ്പം 2ന്റെ വർഗ്ഗസംഖ്യയാണ് 4 എന്ന് പറയുന്നത്. അങ്ങനെ വേണം പഠിച്ചു വെക്കാൻ. ഓക്കെ, അങ്ങനെ വേണം പഠിച്ചു വെക്കാൻ. നമുക്ക് 3 സ്ക്വയർ കൂടെ ചെയ്യാം. 3 സ്ക്വയർ എന്ന് പറയുന്നത് 3 ഇൻറ്റു 3 ആണ്. 3 ഇൻറ്റു 3, 3 ഇൻറ്റു 3 പറഞ്ഞ 9 ആണ്. ഓക്കെ, അറിയായിരിക്കും. ഇതാണ് സ്ക്വയർ. ഈ രണ്ട് സംഖ്യയും ഒരുപോലെ വരുന്നതിന് പകരമായിട്ട് നമ്മളിവിടെ സ്ക്വയർ എന്ന ഒരു സംഖ്യ വെച്ച് സൂചിപ്പിക്കുന്നു. ഇവിടെ 3, 2 അങ്ങനെയല്ല പറയേണ്ടത്. 3 സ്ക്വയർ, 3 സ്ക്വയർ, 2 സ്ക്വയർ, 1 സ്ക്വയർ അങ്ങനെയാണ് പറയേണ്ടത്. അല്ല 1, 2, 2, 2, 3, 2 അങ്ങനെ പറയുന്നത്. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ. വേറെ നിങ്ങൾക്ക് പഠിക്കാനില്ല ഇന്ന് പഠിക്കാൻ ഇല്ല, പക്ഷെ എങ്ങാനും ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് സ്ക്വയറിന്റെ കൂടെ ക്യൂബ് എന്ന് പറയുന്ന സംഭവം. ക്യൂബ് എന്ന് പറയുന്ന വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ ഇത്ര എഴുതിയാൽ നമുക്ക് സ്ക്വയർ ആയിരുന്നു. ഇതിന്റെ കൂടെ ആ ഒരു സംഖ്യ ഒരു പ്രാവശ്യം എഴുതുക. അതായത് ഒരേ സംഖ്യ തന്നെ 3 തവണ എഴുതുന്നതാണ് ക്യൂബ് എന്ന് പറയുന്നത്. 3 ഇൻറ്റു 3 ഇൻറ്റു 3 അതാണ് നമ്മുടെ 3 ക്യൂബ്. 3 ക്യൂബ് എന്ന് പറയുന്നത് മേളിൽ 3 ആണ്. ഓക്കെ, 3 ക്യൂബ് അങ്ങനെയാണ് പറയുന്നത്. 3 ക്യൂബ് ആണ്. മറ്റേ സ്ക്വയർ, ഇത് ക്യൂബ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 27 ആണ്. ആൻസർ നിങ്ങൾ നോക്കണ്ട, ഈ ഒരു മെത്തേഡ് നോക്കുക. 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് 3 ക്യൂബ് ആണ്. ഓക്കെ, അത് മറന്നു പോയില്ല. ക്യൂബ് സ്ക്വയർ മാറിയും പോയി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്ക്വയർ നമ്പർ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു സംഖ്യയെ ആ സംഖ്യ തന്നെ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് സ്ക്വയർ നമ്പർ അല്ലെങ്കിൽ വർഗ്ഗസംഖ്യ. ഓക്കെ, ഈ ഒരു ആൻസർ 1, 4, 9 ഇതിനൊക്കെയാണ് സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത്. 1, 2, 3 ഇതിനൊക്കെയാണ് നമ്മുടെ സ്ക്വയർ റൂട്ട് നമ്പേഴ്സ്, വർഗ്ഗമൂല സംഖ്യകൾ എന്നും പറയും. ഓക്കെ, അപ്പം ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ മെയിൻ ആയിട്ടും അല്ലെങ്കിൽ ഈ ഒരു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പഠിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും പഠിച്ചിട്ട് പോകേണ്ട സംഖ്യകളാണ് നമുക്ക് ഈ ഒരു സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കൂടുതലൊന്നും പഠിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു 20 വരെയെങ്കിലും നിങ്ങൾ പഠിക്കുക. അതെ, നിങ്ങൾക്ക് പഠിക്കാൻ സമയം ഉണ്ടെങ്കിൽ ബാക്കിയും കൂടെ പഠിച്ചു. പക്ഷെ മിനിമം 20 വരെയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, 20 വരെ പഠിക്കാൻ പാടാണെങ്കിൽ പോലും
10 വരെ അറിയാമെങ്കിൽ 10 സ്ക്വയർ വരെ ഈസി ആയിട്ട് ബാക്കി കണ്ടുപിടിക്കാൻ പറ്റും. അതിനുള്ള ട്രിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ അത്രയ്ക്ക് പാടാണെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ ഒരു 10 സ്ക്വയർ വരെ പഠിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ട്രിക്ക് കൂടെ ഫോളോ ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ 20 സ്ക്വയർ വരെ പഠിച്ചവർക്കും ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു ട്രിക്ക് ഞാൻ കണ്ടുപിടിച്ച മെത്തേഡല്ല, സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഞാൻ നിൽക്കൂടെ പറഞ്ഞു തരുന്നത്. ഓക്കെ. അപ്പം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു സ്ക്വയർ നമ്പേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ വർഗ സംഖ്യകൾ ഇതൊക്കെ എടുക്കുമ്പോഴത്തേന് ചെറിയൊരു കാര്യമുണ്ട്, ചെറിയൊരു ഫാക്ട് ഉണ്ട്. ആ ഫാക്ട് ഞാൻ പറഞ്ഞുതരാം. സ്ക്വയർ നമ്പേഴ്സ് ഓൾവേസ് ഹാവ് ദ ഡിജിറ്റ്സ് 0, 1, 4, 5, 6 or 9 as their last digits, while numbers ending 2, 3, 7 or 8 cannot be square numbers. അതായത് നമ്മൾ വർഗസംഖ്യകൾ എടുക്കുമ്പോൾ 0, 1, 4, 5, 6, 9 ഈ സംഖ്യകളിലായിരിക്കും നമ്മുടെ വർഗസംഖ്യകൾ അവസാനിക്കുന്നത്. നിങ്ങളിപ്പോൾ ഞാൻ ഇപ്പൊ തന്ന ഒരു ടേബിൾ എടുത്ത് നോക്കുമ്പോൾ നോക്കൂ, എല്ലാ സംഖ്യകളും നോക്കുവാണെങ്കിൽ 0, 1, 4, 5, 6, 9 ഈ സംഖ്യകളിലായിരിക്കും ആ ഒരു സ്ക്വയർ നമ്പേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ബാക്കി സംഖ്യകൾ 2, 3, 7, 8 എന്ന് പറയുന്ന സംഖ്യകൾ ഒരിക്കലും സ്ക്വയർ നമ്പേഴ്സ് ആകത്തില്ല. അതായത് ഇതിന് പറഞ്ഞതിനർത്ഥം നമ്മളിപ്പോ ഒരു സംഖ്യ നമുക്കിപ്പോ 4 ഓപ്ഷൻ തരിക, 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ ഓരോ ഓപ്ഷൻ ഈ 2, 3, 7, 8 തീർന്നിരിക്കുന്ന ഒരു സംഖ്യയാന്ന് വെച്ചു. എന്നിട്ട് നമ്മളോട് ആ ഒരു സ്ക്വയർ നമ്പർ അല്ലാത്തത് ഏതാന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റണം. അതിനു വേണ്ടി നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. അതായത് 2, 3, 7, 8 അവസാനിക്കുന്ന ഒരു സംഖ്യ ഒരിക്കലും സ്ക്വയർ നമ്പർ ആവത്തില്ല എന്ന് വിചാരിച്ച് ബാക്കിയുള്ള നമ്പറിൽ അവസാനിക്കുന്ന എല്ലാം സ്ക്വയർ നമ്പർ ആവണമെന്നില്ല. സ്ക്വയർ നമ്പർ എല്ലാം 0, 1, 4, 5, 6, 9 എന്നിൽ അവസാനിക്കുമെങ്കിലും 0, 1, 4, 5, 6, 9 അവസാനിക്കുന്ന എല്ലാ നമ്പറും സ്ക്വയർ നമ്പർ ആകണമെന്നില്ല. സോ ആ ഒരു വ്യത്യാസം ഒന്ന് ഓർത്തു വെക്കാൻ മറക്കരുത്. ഓക്കെ. 2, 3, 7, 8 എന്ന് അവസാനിക്കുന്ന ഒരു നമ്പറും സ്ക്വയർ നമ്പർ ആവത്തില്ല. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാൻ. നിങ്ങൾക്ക് വേണ്ടി പ്രാക്ടീസിന് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 2, 4, 0, 1 അതുപോലെ 1, 4, 4, 4 പിന്നെ 2, 5, 0, 0, 3, 5, 2, 7 അല്ലാതെ വായിക്കാം. 2401, 1444, 2500, 3527. ഇതിലെ സ്ക്വയർ നമ്പർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. നമ്മളിപ്പോ അത് പറഞ്ഞു 0, 0, 1, 4, 5, 6, 9 ഇതല്ലാത്തതെല്ലാം സ്ക്വയർ നമ്പേഴ്സ് അല്ല. ഇതെല്ലാം സ്ക്വയർ നമ്പേഴ്സ് ആണ്. സ്ക്വയർ നമ്പേഴ്സിന്റെ വരാൻ സാധ്യതയുള്ള ലാസ്റ്റ് ഡിജിറ്റ്. ഓക്കെ, വരാൻ സാധ്യതയുള്ള ലാസ്റ്റ് ഡിജിറ്റ് ആണ്. ഇതിലല്ലാതെ വരുന്ന 2, അതുപോലെ 3, 7, 8 ഇതെല്ലാം സ്ക്വയർ നമ്പർ അല്ലാതെ ഇരിക്കുന്ന നമ്പേഴ്സിന്റെ ഡിജിറ്റ് ആണ്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ 2401 1, പിന്നെ ഇവിടെ 4, ഇവിടെ 0, ഇവിടെ 7. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയർ നമ്പർ ഉള്ള ഇതാണ്. സോ 2401 എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ ആണ്. 1444 എന്ന് പറയുന്നതിൽ 4 ഉണ്ട്. 4 എന്ന് പറഞ്ഞ് ഒരു സ്ക്വയർ ആയിട്ട് നമുക്ക് കൂട്ടാം. 2500 0 ഉണ്ട്. 0 ലാസ്റ്റ് ഡിജിറ്റ് സ്ക്വയർ 0 ആയിട്ട് അതൊരു സ്ക്വയർ ആണ്. പിന്നെ ഉള്ളത് നമുക്ക് 3527 ആണ്. അതിൽ 7 ആണ് ലാസ്റ്റ്. 7 എന്ന് പറയുന്നത് ലാസ്റ്റ് വരുമ്പോൾ അതൊരിക്കലും ഒരു സ്ക്വയർ നമ്പർ ആവത്തില്ല. സോ നമ്മുടെ ആൻസർ 3527 ആണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് ആണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. 2401 1, പിന്നെ 1444 4, 2500 0, 3527 7. അപ്പം നമ്മൾ പറഞ്ഞു 0, 1, 4, 5, 6, 9 ഇതിൽ അവസാനിക്കുന്നത് സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കും. 2, 3, 7, 8 അവസാനിക്കുന്ന ഒരിക്കലും സ്ക്വയർ നമ്പേഴ്സ് ആകില്ല. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 2, 3, 7, 8 എന്ന സംഖ്യയിലും 7, ഇവിടെ 3527 ലാസ്റ്റ് നമ്പർ 7 ആണ്. സോ അത് ഒരു സ്ക്വയർ നമ്പർ ആവാൻ ചാൻസ് ഇല്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഈ ഒരു സംഖ്യ വെച്ചിട്ട് ചിലപ്പം 2526 എന്ന് പറഞ്ഞൊരു സംഖ്യ വരും. ഇങ്ങനെ ഈ 4 തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. നമുക്ക് ഈ ഒരു മെത്തേഡ് പറ്റത്തില്ല. കാരണം നിങ്ങൾ വിചാരിക്കും ഇവ എല്ലാത്തിലും ഉണ്ടല്ലോ, 1, 4, 0 അതുപോലെ 6 ഇതെല്ലാം സ്ക്വയർ നമ്പേഴ്സ് വരുന്നത് നിങ്ങൾ ആലോചിക്കും. അപ്പോഴാണ് ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഓർക്കേണ്ടത്. സ്ക്വയർ നമ്പേഴ്സ് എല്ലാം ഈ 0, 1, 4, 5, 6, 9 എന്ന സംഖ്യയിൽ അവസാനിക്കുമെങ്കിലും ഈ സംഖ്യകൾ അവസാനിക്കുന്ന എല്ലാ നമ്പേഴ്സും സ്ക്വയർ നമ്പർ ആവണമെന്നില്ല. സോ ഇങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സ്ക്വയർ റൂട്ട് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കും, അതിനൊരു ട്രിക്കാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സോ ഇവിടം വരെ നിങ്ങൾക്ക് സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത് വളരെ മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത്
ബേസിക്കിന്റെ ബേസിക് എന്ന് ഞാൻ പറയാം. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബേസിക്കിലോട്ട് കടക്കുന്നത് പറയാം. ഇത്രയും നമ്മൾ പറഞ്ഞത് ബേസിക്കിന്റെ ബേസിക് ലെവലാണ്. ഓക്കെ, ഇനി നമ്മൾ ശരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ബേസിക്കിലേക്ക് നമ്മൾ കിടക്കാം. ഓക്കെ ഓക്കെ, ഈ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ ഞാനിത് പറഞ്ഞുതരാം. ഈ ഒരു ബ്ലാക്ക് അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ 01456 നമ്മുടെ സ്ക്വയർ നമ്പേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ്സ് ആണ്. 01456. പിന്നെ നമ്മുടെ റെഡ് കളറിൽ എഴുതിയിരിക്കുന്ന അക്കങ്ങൾ എന്ന് പറയുന്ന ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ആ ഒരു സ്ക്വയർ റൂട്ട് നമ്പേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആണ്. ഓക്കെ, അതായത് 0 അവസാനിക്കുന്ന ഒരു സ്ക്വയർ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കും. 1 അവസാനിക്കുന്ന സ്ക്വയർ നമ്പറിന്റെ സ്ക്വയർ റൂട്ടിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 9 ആയിരിക്കും. 4 അവസാനിക്കുന്ന സ്ക്വയർ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എന്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 8 ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ ഇവിടെ നോക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണം സംശയം ഉണ്ടെങ്കിൽ ഈ ടേബിൾ എടുത്ത് നോക്കുക. 1 അവസാനിക്കുന്നത് എന്റെ ലാസ്റ്റ് നമ്പർ, ആ ഒരു സ്ക്വയർ റൂട്ടിന്റെ ലാസ്റ്റ് നമ്പർ 1 ആയിരിക്കും. പിന്നെ ഇവിടെ 1 അവസാനിക്കുന്നതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. ഇവിടെ 11 ഉണ്ട്. 1 ലാസ്റ്റ് ഡിജിറ്റ് ഇപ്പോഴും അവിടെ 1 ആണ്. പിന്നെ ഇവിടെ 361, അവിടെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. കാര്യം കത്തിന്ന് വിശ്വസിക്കുന്നു. ബാക്കി നിങ്ങൾ അതുപോലെ തന്നെയാണ്. ഒന്ന് ഓർത്ത് വെക്കുക. 0 അവസാനിക്കുന്നതിന് സ്ക്വയർ റൂട്ട് ലാസ്റ്റ് നമ്പർ 0, 1ന്റെ ആണ് 1 9, 4ന്റെ 2 8, 5ന്റെ ആണ് 5 മാത്രം, 6ന്റെ ആണ് 4 6, 9ന്റെ ആണ് 3 7. ഇതാണ് നിങ്ങൾ ഇവിടുന്ന് ഒരു മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ബേസിക് ആണ്. ഈ ഒരു സംഭവം അറിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ട്രിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെയാണ് സാധാരണ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് ഞാൻ ഇപ്പൊ തരിക ഈ റൂട്ട് 2401 എന്ന് പറയുന്ന ഒരു സംഖ്യ തന്നിട്ട് നിങ്ങളോട് ഇതിന്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഇത് ശരിക്കും ഒരു റൂട്ട് നമ്പർ ആണോ എന്ന് നോക്കുക. റൂട്ട് നമ്പർ ആണോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? ഈ ലാസ്റ്റ് നമ്പർ നോക്കുക. 2401 ലാസ്റ്റ് നമ്പർ 1 ആണ്. 1 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു നമ്പറിലുള്ളതാണ്. 0 1 4 5 6 9 അല്ല 1 ഉണ്ട്. സോ നമുക്ക് ഒരു 50% നമുക്ക് ഉറപ്പിക്കാം ഇത് നമ്മൾ പറഞ്ഞ ഒരു സംഖ്യയിലുള്ളതാണ്. ഓക്കെ, പൂർണ്ണമായിട്ടും ഉറപ്പിക്കാൻ സാധിക്കത്തില്ല, കാരണം അല്ലാതെ ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു ഇതിന്റെ പുറത്തിൽ നമുക്ക് നോക്കാം. 2401 ലാസ്റ്റ് നമ്പർ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലൊക്കെ കൂടുതലും വരാൻ സാധ്യതയുള്ളത് ഇതുപോലത്തെ വർഗ്ഗസംഖ്യകളാണ്, സ്ക്വയർ നമ്പേഴ്സ് ആണ്. സോ അതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട. ഇപ്പം സ്ക്വയർ നമ്പർ ആണെങ്കിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. 2401 ലാസ്റ്റ് നമ്പർ 1 ആയതുകൊണ്ട് നമുക്ക് പറയാം 1 ലാസ്റ്റ് നമ്പർ ആയതുകൊണ്ട് നമ്മുടെ സ്ക്വയർ റൂട്ടിന്റെ ലാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 അല്ലെങ്കിൽ 9 ആയിരിക്കും. 1 9 ആയിരിക്കും നമ്മുടെ സ്ക്വയർ റൂട്ടിന്റെ ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു 2 അക്കമാണ് നമുക്ക് കിട്ടി. ലാസ്റ്റ് നമ്പർ 1 അല്ലെങ്കിൽ 9 ആയിരിക്കും. ഓക്കെ, ഈ ഒരു നമ്പർ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ഒരു നമ്പർ എങ്ങനെ കിട്ടുമെന്ന് പറയാം. ഇവിടുത്തെ നമ്മുടെ സ്ക്വയർ നമ്പർ നോക്കുക. സ്ക്വയർ നമ്പർ 2401 ആണ്. ഞാൻ ഒന്ന് എടുത്തെഴുതുവാണ്. 2401 ആണ്. ഓക്കെ, ഈ ഒരു മെത്തേഡ് നോക്കി വെക്കുക. 2401 ആണ് നമ്മുടെ സ്ക്വയർ നമ്പർ എന്ന് പറയുന്നത്. ഞാൻ ഇതൊന്ന് മായ്ച്ചു നോക്കട്ടെ. 2401. ഓക്കെ, 2401. ഈ 2401 എന്ന് പറയുന്നത് 1600-നും അതുപോലെ 2500-നും ഇടയ്ക്ക് വരുന്ന ഒരു സംഖ്യയാണ്. ഓക്കെ, ഈ രണ്ട് സംഖ്യകൾക്ക് എന്താണ് പ്രത്യേകത? ഓക്കെ, 1600 അതുപോലെ 2500 ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഓക്കെ, നേരത്തെ പറഞ്ഞ ആ ഒരു പട്ടിക, ഈ ഒരു ടേബിള് പഠിച്ചവർക്കാണെങ്കിൽ ഇത് മനസ്സിലാവും. 1600 16 അതുപോലെ തന്നെ 25. 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ ആണ്. 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണ്. അതായത് 1600 എന്ന് പറഞ്ഞ 40ന്റെ സ്ക്വയറും 2500 എന്ന് പറഞ്ഞ 50ന്റെ സ്ക്വയറും ആണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു 1600 2500 അല്ല വേണ്ടത്. നമുക്ക് ഈ ഒരു 40 സ്ക്വയറും അതുപോലെ തന്നെ 50ന്റെ സ്ക്വയറുമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ മറ്റേതും വേണം. ഞാൻ ഒരു ഇതിന് പറഞ്ഞാണ്. ഈ രണ്ടും നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആദ്യം ചെയ്യണം. ഫസ്റ്റ് ഈ സ്ക്വയർ നമ്പർ ആണോ നോക്കുക. ആണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അതിന്റെ സ്ക്വയർ റൂട്ട് നമ്പർ ഏതാണെന്ന് നോക്കുക. അതിനുശേഷം ഈ ഒരു നമ്പർ ഏതിന്റെ ഒക്കെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഏതിന്റെ ഇടയിലാണ് ഉള്ളത് നോക്കുക. അതിനറിയാൻ വേണ്ടിയുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് 10 20 30 40 50 60 70 80 90 100 ഇതിന്റെ എല്ലാം നിങ്ങൾക്ക് അറിയാം. അറിയണമെങ്കിൽ ഈ ഒരു 10 എണ്ണം പഠിച്ചാൽ മതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 10 എണ്ണം മനസ്സിലാക്കിയാൽ ബാക്കിയുള്ള ഈസി ആയിട്ട് കിട്ടും. ഈ ഒരു 10 എണ്ണം ആദ്യം നിങ്ങൾ പഠിക്കുക. ഓക്കെ,
ഒരു 10 പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ സ്ക്വയർ നമ്പർ വളരെ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു ഇപ്പം കിട്ടിയ നാലിൻ്റെ സ്ക്വയർ 16 ആണെങ്കിൽ 40ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 0 കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം അത്രയ്ക്ക് സിമ്പിളാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ഇങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം 1600, 2500 ഇങ്ങനെ ഏതിൻ്റെ ഇടയിലാണ് നോക്കുക. അതിനുശേഷം അതിൻ്റെ സ്ക്വയർ ഏതൊക്കെയാണെന്ന് നോക്കുക. 40 സ്ക്വയർ, 50 സ്ക്വയർ. ഇനി ഞാൻ കാണിക്കുന്നത് ശ്രദ്ധിക്കുക. 2401 ഈ ഒരു 1600-നോടാണോ അതോ 2500-നോടാണോ ഏറ്റവും അടുത്ത് കിടക്കുന്നത് നോക്കുക. 1600-നോടാണോ 2500-നോടാണോ 2401 എന്ന് പറഞ്ഞ സംഖ്യ ഏറ്റവും അടുത്ത് കിടക്കുന്നത് നോക്കുക. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ മീൻസ് എന്താ, കൂട്ടി നോക്കുക അല്ലെങ്കിൽ കുറച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല. 2401 2500-നടുത്താണ് നിൽക്കുന്നത്. 2500-നടുത്താണ് നിൽക്കുന്നത്. അപ്പൊ 2500 എന്ന് പറയുന്നത് 50 സ്ക്വയർ ആണ് നമ്മുടെ 2500 എന്ന് പറയുന്നത്. അപ്പൊ 2500-ന് അടുത്ത് കിടക്കുന്നത് എന്തായാലും 40 ആണ് സംഭവം. 40 ആണ് നമ്മുടെ ആൻസറിന്റെ ഫസ്റ്റ്. പിന്നെ 41 അല്ലെങ്കിൽ 49 ആണ് നമുക്ക് വേണ്ടത്. 41 ആണെങ്കിൽ 1600-ന് അടുത്ത് കിടന്നത്. 49 ആണെങ്കിൽ 2500-ന് അടുത്ത് കിടന്നത്. സോ നമ്മൾ നോക്കിയപ്പോൾ 2500-നാണ് അടുത്ത് കിടന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ആൻസർ എന്ന് പറയുന്നത് 49 ആണ്. 49 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 49-ന്റെ സ്ക്വയർ ആണ് നമ്മുടെ 2401 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആവാത്തവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സംഖ്യ കൂടെ അവിടെ നൽകിയിട്ടുണ്ട്. 1444. 1444-ന്റെ റൂട്ട് ഒന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാം. 1444 ലാസ്റ്റ് ലെറ്റർ 4 ആണ്. 4 എന്ന് പറയുന്നത് നമുക്ക് 2-ന് ലാസ്റ്റ് ലെറ്റർ 4-ന്റെ സ്ക്വയർ നമ്പറിന്റെ ലാസ്റ്റ് ലെറ്റർ 2 ആവാം അല്ലെങ്കിൽ 8 ആവാം. 2 ആവാം അല്ലെങ്കിൽ 8 ആവാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ പോലെ ഏതിന്റെ ഒക്കെ ഇടയിലാണെന്ന് നോക്കുക. 900-നും അതുപോലെ തന്നെ 1600-നും ഇടയിൽ. ഇത് ഓക്കെ, 900-നും അതുപോലെ തന്നെ 1600-നും ഇടയിലാണ് ഈ ഒരു 1444 എന്ന് പറഞ്ഞ സംഖ്യ. 900 എന്ന് പറഞ്ഞ 30-ന്റെ സ്ക്വയർ, അതുപോലെ 1600 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 40-ന്റെ സ്ക്വയർ. ഇതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ കുറച്ച് പറഞ്ഞു. ക്ലിയർ ആകാത്തൊരു ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു നോക്കുക. 30 സ്ക്വയർ, അതിൻ്റെ കൂടെ 3-ന്റെ സ്ക്വയറിന്റെ കൂടെ ഒരു 2 0 കൂടി ഇട്ടാൽ മതി. 30-ന്റെ സ്ക്വയർ, 30 സ്ക്വയർ, 40 സ്ക്വയർ. ഓക്കെ, അപ്പം ഇതിന്റെ ഇടയിലുള്ള ഏതോ സംഖ്യയുടെ സ്ക്വയർ ആണ് 1444 എന്ന് പറഞ്ഞത്. അപ്പം നമുക്കപ്പം ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ കിട്ടി. 30 എത്രയോ ആണ് ആൻസർ എന്ന് പറഞ്ഞത്. പിന്നെ 40-ന്റെ ഇടയിലുള്ള ഏതൊരു സംഖ്യ എന്ന് പറയുമ്പോൾ 30 ആയിരിക്കും. ഇതായാലും 40 ആവാൻ വഴിയില്ല, കാരണം 40-ന്റെ അറിയാം 1600 ആണ്. 30-ന്റെ അറിയത്തില്ല, 30-ന്റെ സാധ്യതയില്ല, കാരണം 30-ന്റെ അറിയാം 900 ആണ്. പിന്നെ 31 തൊട്ട് 39 വരെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കാം. ഏതെങ്കിലും സംഖ്യയല്ല, ഒന്നെങ്കിൽ 32 ആവാം അല്ലെങ്കിൽ 38 ആവാം. അതെങ്ങനെ കണ്ടുപിടിച്ചത്? കാരണം നമുക്ക് ലാസ്റ്റ് ലെറ്റർ 4 4-ൽ അവസാനിക്കുന്ന സ്ക്വയറിന്റെ റൂട്ടിന്റെ ലാസ്റ്റ് നമ്പർ 2 8 ആവും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതിനാണ് ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്നത് നോക്കുക. 1444 എന്ന് പറയുന്ന സംഖ്യ 900-നോടാണ് അതോ 1600-നോടാണ് ഏറ്റവും അടുത്ത് കിടക്കുന്നത് നോക്കുക. അപ്പം ഒന്ന് കണക്ക് കൂട്ടി നോക്കുമ്പോഴത്തേനും 1600-നോടാണ് കുറച്ച് അടുത്ത് കിടക്കുന്നത്. 1600-നോടാണ് അടുത്ത് കിടക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും 38 ആണ് അതിന്റെ ആൻസർ. 38 ആണ് 1444-ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 38 ആണ്. സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 38 ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് കാണുമെങ്കിൽ നമുക്ക് മറ്റേ സാധാരണ രീതിയിൽ 38 × 38 ചെയ്യാം. ഓക്കെ, 38 × 38 ചെയ്യാം. 1444 തന്നെ ആയിരിക്കും ഉത്തരം വരുന്നത്. 38 × 38, 8 64 ആണ്. 6 8 16 24 30, 8 16 24 2 3 9 12, 1444. ആൻസർ സെയിം ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ട്രിക്ക്. ഈ ഒരു ട്രിക്ക് വളരെ യൂസ്ഫുൾ ആണ്. നോക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച 2500 വളരെ ഈസി ആയിട്ട് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ 50-ന്റെ സ്ക്വയർ 2500. അങ്ങനെയാണെങ്കിൽ റൂട്ട്
റൂട്ട് 169. വളരെ ചെറിയ സംഖ്യയാണ്. ആ ഒരു ഇത് നോക്കല്ലേ, ഓക്കെ, ആ ഒരു ടേബിൾ നോക്കല്ലേ, ടേബിൾ നോക്കാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 1 തൊട്ട് 50 വരെ അല്ലെങ്കിൽ കിട്ടാവുന്ന അത്രയും സംഖ്യകളുടെ ആ ഒരു സ്ക്വയർ നമ്പർ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 1 തൊട്ട് 50 വരെ അല്ലെങ്കിൽ 50 കൂടുതൽ എനിക്ക് കിട്ടാവുന്നതിൽ മാക്സിമം ഞാൻ എടുത്ത് ആ ഒരു അവിടെ പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഈ റൂട്ട് 169 അതിന്റെ ആൻസർ എത്രയാണ്? 169 അല്ല, 1690. ഓക്കെ, 1690 ഇതിന്റെ ആൻസർ ചെയ്യും. ഓക്കെ, 1690 റൂട്ട് എത്രയാണ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന്, വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് SSLC അതുപോലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. ഈ ഒരു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.